സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഗാസയിലേക്കാണ് ആദ്യം പോകുന്നത്. ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നുമുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാൻ ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് നമ്മളെ തേടി എത്തുന്നത്, അല്ലെ? ഇപ്പോൾ ഉടനടി ഈ ഗാസ പദ്ധതി പ്രാവർത്തികമാക്കാൻ, അത് 1ാം ഘട്ടം നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ബന്ദിമോചനമായിരിക്കുമോ ആദ്യഘട്ടമായി നടപ്പാക്കുക? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗാസയിൽ സമാധാനം ഒരു ഇടവേളയ്ക്ക് ശേഷം പുലരുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്തരത്തിലുള്ള ശുഭസൂചനകൾ നൽകുന്ന വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഉടൻ തന്നെ അവിടെ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ ട്രൂത്തിലൂടെയാണ് ഇത് ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന. ഇരു നേതാക്കളും, അതായത് ഹമാസും ഇസ്രായേലും ഈ ബന്ധുക്കൈമാറ്റം നടക്കുന്ന